സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിയമ ഭേദഗതി സർക്കാർ പിൻവലിക്കണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തിടുക്കത്തിൽ ഇത് കൊണ്ടുവരുന്നതിന്റെ ഇംഗിതം വ്യക്തമാണ്. അസാധാരണ വിജ്ഞാപനത്തിലൂടെ രാത്രിയും പകലും മദ്യമൊഴുക്കാനുള്ള നീക്കം ശരിയല്ലെന്നും മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ. നമുക്കിപ്പം അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തമായിട്ട് എതിർക്കുകയാണല്ലേ സഭ? ഗുഡ് മോർണിംഗ് അഖിൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കുകയാണ് ഈ പുതിയ മദ്യനയത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നപ്പം ചേർത്ത് വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ തള്ളുകയാണ്. അത് ടൂറിസത്തിന്റെ ഭാഗമായാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നതും അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പല അന്താരാഷ്ട്ര ഉച്ചകോടികളടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ മദ്യത്തിന്റെ സമയം ലഭ്യമാക്കുന്ന സമയം വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് എത്തും എന്ന കാര്യമൊക്കെ പറയുന്നതൊക്കെ വിവരക്കേടാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിലുണ്ടായി കൊണ്ടുവന്നിരിക്കുന്ന ഈ സമയമാറ്റം അല്ലെങ്കിൽ കൂടുതൽ സമയം അനുവദിക്കുന്ന ഈ സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ പൊതു അന്തരീക്ഷത്തെ അല്ലെങ്കിൽ സമാധാനപരമായ അന്തരീക്ഷത്തെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ രാത്രിയും പകലുമൊക്കെ മദ്യം ഒഴുക്കാനുള്ള ആ കാര്യത്തെ അവർ പൂർണ്ണമായി എതിർക്കുകയാണ്. ഈ ലഹരിക്കെതിരായ പോരാട്ടം എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും എന്തുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴടക്കം ഈ മദ്യനയം കൂട്ടുന്നത് സർക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് എന്നൊരു വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ നിലവിലെ ഈ മദ്യനയത്തെ അല്ലെങ്കിൽ ഈ സമയം കൂട്ടാനുള്ള തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൃത്യമായി ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നത്. ഓർത്തഡോക്സ് സഭയ്ക്കായി മലങ്കരയുടെ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ തന്നെയാണ് ഇത്തരത്തിൽ വാർത്താക്കുറിപ്പായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സഭയുടെ ഭാഗത്ത് നമുക്ക് കൃത്യമായൊരു എതിർപ്പുണ്ട്. ഇന്ന് രാവിലെ 9:30 ഇതുമായി ബന്ധപ്പെട്ട സഭാ അധ്യക്ഷന്റെ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാർത്താ സമ്മേളനം കൂടി വിളിക്കുന്നുണ്ട്. അതായത് സഭ കൃത്യമായി സർക്കാരിന്റെയും മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ളതിൽ പരസ്യ പ്രതികരണങ്ങളിലേക്കും ഇറങ്ങുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ശരി, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.